എല്ലാവർക്കും സ്ട്രോബെറി ചാനലിൻ്റെ ഓണം സീരീസിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഈ മാമ്പഴ പുളിശ്ശേരി പോലെ തന്നെ തയ്യാറാക്കാവുന്ന ഒന്നാണ് പൈനാപ്പിൾ പുളിശ്ശേരി. രുചിയുടെ കാര്യത്തിൽ ഈ രണ്ട് പുളിശ്ശേരിയും ഒപ്പത്തിനൊപ്പം തന്നെ നിൽക്കും. ഓണസദ്യക്കുള്ള ഒട്ടുമിക്ക വിഭവങ്ങളുടെ റെസിപ്പികൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. തുടർന്നും റെസിപ്പികൾ വരുന്നുണ്ട്. ഈ ഓണം സ്ട്രോബെറി ചാനലിനൊപ്പം ആഘോഷിക്കും. ഇത് തയ്യാറാക്കാനായി ആദ്യം തന്നെ ഇതിലേക്കുള്ള പൈനാപ്പിൾ വേവിച്ചെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് 1 കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വേവിക്കാനായി വയ്ക്കാം. ഇതൊരു 10 തൊട്ട് 15 മിനിറ്റ് വരെ എടുക്കും വേവായി കിട്ടാൻ. ഇത് വേണമെങ്കിൽ പെട്ടെന്ന് വേവിച്ചെടുക്കാൻ കുക്കറിലോട്ട് വെച്ച് ഒരു വിസിൽ വന്നാൽ മതി. ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്കാക്കി മൂടി വെച്ച് വേവിക്കാം. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി വയ്ക്കാം. ഇതിനായി 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പച്ചമുളക്. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരെണ്ണമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 1-2 എണ്ണം ചേർക്കണം. 2 കുഞ്ഞുള്ളി, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് ബാക്കി തേങ്ങയും കൂടി ഇട്ട് അരച്ചെടുക്കാം. ഇത് നല്ല ക്രീം പോലെ അരച്ചെടുക്കണം. ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ച് ഒന്ന് ഒതുക്കിയെടുക്കാം. അതിനുശേഷം കുറേശ്ശെയായി വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മൊത്തത്തിൽ 1/2 കപ്പ് വെള്ളം ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഈ ജാറിലിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 3/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി പൈനാപ്പിൾ വേവായോ നോക്കാം. പൈനാപ്പിൾ പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. ഇതിന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അരപ്പ് നന്നായി തിളക്കട്ടെ. അത് നന്നായി വേവായി അതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറണം. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഓരോ പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ച് ഇതിൻ്റെ അളവൊന്ന് മാറ്റണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടണ്ട. ആദ്യം 1 ടേബിൾ സ്പൂൺ ഇട്ട് അതിൻ്റെ മധുരം ഒന്ന് നോക്കി കുറവാന്ന് തോന്നിയാൽ 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ അരപ്പ് ഏകദേശം വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈരാണ് ചേർക്കേണ്ടത്. അതിനായി 1 കപ്പ് നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത തൈരാണ്. ഒരു 2 മണിക്കൂർ കൊണ്ട് കുക്കറിൽ നല്ല കട്ട തൈര് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഈ തൈര് ഇതേപടി ചേർക്കരുത്. ഇത് നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ ഇതൊരു വിസ്കോ ഫോർക്കോ ഉപയോഗിച്ച് ഉടച്ചെടുക്കാം. അതല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഞാനിവിടെ ഒരു ഫോർക്ക് ഉപയോഗിച്ചാണ് ഉടച്ചെടുക്കുന്നത്. അരപ്പ് തിളച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് അതിൻ്റെ തിളയൊന്ന് നിർത്തണം. തിളച്ചുകൊണ്ടിരിക്കുന്നതിലോട്ട് തൈരിട്ടാൽ ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് തിളയ്ക്കാൻ അനുവദിക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂട് കയറിയാൽ മതി. ഈ തൈരിന് ചെറിയൊരു പുളിയുണ്ട്. ഒത്തിരി പുളി വേണ്ട. ചെറിയൊരു പുളിയുള്ള തൈരാണ് പുളിശ്ശേരിക്ക് നല്ലത്. ഇത് തിളച്ചാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂട് കയറിയാൽ മതി. പുളിശ്ശേരിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ചെറുതായി ഒന്ന് കുറുകിയിരിക്കണം. അതാണ് അതിൻ്റെ പരുവം. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ ഇതുപോലെ ഒട്ടും വെള്ളം ചേർക്കാത്ത നല്ല കട്ട തൈര് തന്നെ ഉപയോഗിക്കണം. തൈരിന് പകരം മോര് ചേർക്കരുത്. പുളിശ്ശേരി വെള്ളം പോലെ ആയിപ്പോവും. ഇനി ഫ്ലെയിം ഒത്തിരി കൂട്ടരുത്. ഇതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് ചൂട് കയറ്റിയാൽ മതി. ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ആവി പൊങ്ങുന്നതായിട്ട് കാണാം. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കണം. അതിൻ്റെ ചൂടടിച്ച് ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ തൈര് ചേർത്ത് കൊടുത്തിട്ട് ഇവയെല്ലാം തമ്മിലൊന്ന് യോജിച്ച് വരാൻ കുറച്ച് സമയത്തേക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചട്ടിയിലൊക്കെയാണ് പുളിശ്ശേരി തയ്യാറാക്കുന്നതെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞും ചട്ടിക്ക് ചൂടുണ്ടാവും. പിന്നീടും ആ ചൂടിലിരുന്ന് ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് സ്റ്റൗവിൽ നിന്ന് മാറ്റിയതിന് ശേഷം കുറച്ച് സമയം കൂടി ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ പിരിഞ്ഞു പോകുന്നത് ഒഴിവാക്കാനാകും. ഇനി ഇതൊന്ന് താളിച്ചെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടട്ടെ. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. കടുക് ഏകദേശം പൊട്ടി തീർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. പുളിശ്ശേരിക്ക് നല്ലൊരു കളർ കിട്ടാനാണ് ഈ സമയത്ത് ഈ മുളക് പൊടി ചേർക്കുന്നത്. ഇത് പുളിശ്ശേരിയിലേക്ക് ചേർക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അവസാനമായി ഇതിലേക്ക് 2 പൊടികൾ കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ മോരുകറിയിലൊക്കെ ചേർക്കുന്നത് പോലെ 2 പിഞ്ച് ഉലുവാപ്പൊടി, 1 പിഞ്ച് കായപ്പൊടി. പുളിശ്ശേരിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഈ പൊടികൾ ഇങ്ങനെ അവസാനം ചേർക്കുന്നത്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മാമ്പഴം ഇല്ലാത്തപ്പോഴും പുളിശ്ശേരി ഉണ്ടാക്കാം. മാമ്പഴ പുളിശ്ശേരിയുടെയൊക്കെ അതേ രുചി തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇനി പൈനാപ്പിൾ കിട്ടുമ്പോൾ ഇതുപോലൊന്ന് പുളിശ്ശേരി വെച്ച് നോക്കണം. ഇഷ്ടമായാൽ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്സും കമൻസുമാണ് ഞങ്ങൾക്കുള്ള പ്രോത്സാഹനം. അഭിപ്രായം എന്തായാലും ഞങ്ങളെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഫുൾ ഓണസദ്യ വീഡിയോ കാണാൻ മറക്കരുത്. മറ്റൊരു ഓണ വിഭവമായി ഉടൻ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഈ ഓണം സ്ട്രോബെറി ചാനലിനൊപ്പം ആഘോഷിക്കൂ.